ഹലോ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ അവർ പൈസ ഇങ്ങോട്ട് റിവാർഡായിട്ട് തരും. സോ ഗെയിം കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പാട്ട് കേട്ടുകൊണ്ടും ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ഡെയിലി 10,000 രൂപ വരെ എങ്ങനെ ഏൺ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. സോ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. സോ അവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഒരു റിവാർഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഡെയിലി റിവാർഡ്സ് ആണ്. നമുക്ക് ഇന്ന് ഒരു കോയിനാണ് ഡെയിലി റിവാർഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഞാനിപ്പോൾ റെഡീം ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഡെയിലി മിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും പ്ലേ 3 സോങ്സ്. 3 പാട്ടുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്സ് കിട്ടും. അതേപോലെ വേറെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സ്വാപ്പ് മിഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മിഷനിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആക്കിയപ്പോൾ ഇതുപോലെ ഒരുപാട് മ്യൂസിക്കുകൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹിപ്പ് ഹോപ്പ് ആണെങ്കിലോ കെ പോപ്പ് ആണെങ്കിലോ അതേപോലെ തന്നെ റാപ്പ് സോങ്സ് ആണെങ്കിലോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഏതാ ആ രീതിയിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. സോ നിങ്ങൾ സ്പോട്ടിഫൈ ഒക്കെ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പരസ്യം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നതിന് ഇവർ ഇങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് തരാം. അതുകൊണ്ട് മ്യൂസിക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബാക്ക് ടു ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. മ്യൂസിക് കേൾക്കുക മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് ടോപ്പ് തന്നെ മ്യൂസിക്കിൻ്റെ അപ്പുറത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ആർട്ടിക്കിൾ റീഡ് ചെയ്തുകൊണ്ടും നമുക്ക് ഇവിടുന്ന് ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി മിഷൻസ് ആണ്. സോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കിപ്പോൾ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഗെയിം കളിക്കുന്നതിന് ഈ ഒരു ആപ്ലിക്കേഷൻ കോയിൻസ് കൊടുക്കുന്നുണ്ട്. കോയിൻസ് നമുക്ക് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. സോ ഞാനിപ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നത്. ഞാൻ ആ ആപ്പിൽ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കോയിൻസ് ആഡ് ആയിക്കൊണ്ടേക്കും. ഇത് ഗെയിമാണ്, ഒരു ഗെയിമാണ്. സോ ആ ഒരു ഗെയിം ഞാൻ കളിച്ച് ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കോയിൻസ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓരോ ഗെയിംസിനും ഓരോ ലെവലിലാണ്. ഞാനിപ്പോൾ വേറൊരു ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗെയിം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇവിടുന്ന് കോയിൻസ് കിട്ടും. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഒരുപാട് നേരം കളിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ തന്നെ എനിക്ക് കോയിൻസ് കിട്ടും. അവിടെയുള്ള എല്ലാ ഗെയിംസും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഈസി ആയിട്ട് അതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾ കളിച്ച് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ബാക്ക് ടു ഹോം പേജിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷനായിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതിലേക്ക് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ച ഗെയിംസിൻ്റെ ഓപ്ഷനാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ ഞാൻ ബാക്ക് ടു ഹോം പേജ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ സർവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ സർവേ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് സർവേസ് അവിടെ അവൈലബിൾ ആയിട്ട് വരും. ആ മേലെ കാണുന്നത് സർവേസിൻ്റെ കോയിൻസ് ആണ്. ഇപ്പോൾ 950 കോയിൻസ് കിട്ടുന്ന ഒരു സർവേയിലേക്ക് ഞാനിപ്പോൾ എൻ്റർ ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണോ നമ്മൾ എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇയർ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ, ഏത് വർഷമാണ് നമ്മൾ ജനിച്ചതെന്നുള്ളത്. ഈ രീതിയിൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സർവേയിൽ ഉണ്ടാവുക. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സർവേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ മൊത്തം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾ സർവേസ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് കോയിൻസ് ഏൺ ചെയ്യുക. ഒരുപാട് സർവേസ് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോസ് ആണ്. വീഡിയോസ് കണ്ടുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് വീഡിയോസിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ പ്ലേ നൗ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് വരും. ആ പ്ലേ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഓപ്പൺ ആവും. ആ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക, എന്നിട്ട് കോയിൻസ് ഏൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇത്രയും മെത്തേഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മാക്സിമം ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത ഏണിങ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പാലിലേക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. താഴെ വിഡ്രോയിലിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷൻ, ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പാൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോയിൽ എടുക്കാൻ പറ്റും. അതുപോലെ ഡെയിലി 10,000 രൂപേൻ്റെ അടുത്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന മണി മേക്കിംഗ് സൈറ്റിൻ്റെ കാര്യം മറക്കണ്ട. അതിൽ എങ്ങനെ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. സോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.